ഇപ്പോ നമ്മള് കേരളം പ്രത്യേകിച്ച് ലഹരിയുടെ ഒരു വല്ലാത്തൊരു നീരാളിപ്പിടുത്തത്തിലാണ് ലഹരി. അതെ 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 അപ്പോ അതിന്റെ വലിയ ഒരു ഭവിഷ്യത്ത് നമ്മുടെ ഓരോ വീടുകളിലും അനുഭവിക്കുന്നുണ്ട്. അതെ അതെ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് ഒന്ന് സഞ്ചരിക്കാൻ പോലും പറ്റില്ലാത്ത രീതിയിലേക്ക് നമ്മളുടെ പരിസരങ്ങൾ മാറുന്നുണ്ട്. അതെ ധൈര്യമായിട്ടൊരു ഒരു മിഠായി പോലും വാങ്ങിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മളുടെ എല്ലാ മതത്തിലെയും എല്ലാ വിശ്വാസത്തിലെയും ദൈവവിശ്വാസികളായിട്ടുള്ള ആത്മീയവാദികളായിട്ടുള്ള ആചാര്യന്മാര് ഇവരെല്ലാരും ആധ്യാത്മികവാദികളാണ്. അതാണ്, ആത്മീയവാദികളല്ല, ആധ്യാത്മികവാദികളാണ്. അങ്ങനെയുള്ള ഈ ആചാര്യന്മാരെ ഇവര് പറയുന്ന ഒരു രീതിയുണ്ട്. അതല്ല ലഹരി, ലഹരി ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഇപ്പൊ. ആ ആത്മീയതയുടെ ലഹരി, ആ ആ ലഹരിയിലേക്ക് വരൂ, അതാണ് യഥാർത്ഥ ലഹരി, ഇതൊന്നും ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ ആ കാരണം ആത്മീയതയുടെ ലഹരിയാണ് ഈ ലഹരിയേക്കാൾ മുകളിൽ എന്ന് നമ്മുടെ ആചാര്യന്മാര് തന്നെ പറയുന്നുണ്ട്. അത് പരമസത്യമാണ്. ആ ഭൗതികതയുടെ അതിഭൗതികതയുടെ ലഹരിയാണ് നമ്മളിപ്പോ മദ്യവും മയക്കുമരുന്നുമെങ്കിൽ ആ ആധ്യാത്മികതയുടെ ലഹരി ഇതിനോട് തന്നെ കിടപിടിക്കുന്നതാണ്. ഏതാണ് ചെറുത് അല്ലെങ്കിൽ ഏതാണ് വലുതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലാത്ത അത്രയും ഡേഞ്ചറാണ്. ഉം. ഉം. അതിജൈവികതയുടെ ലഹരിയും അത്രയും തന്നെ പ്രശ്നമാണ്. ഇതിലേതാണ് കൂടുതൽ അപകടമെന്ന് ചോദിച്ചാൽ മൂന്നും ഒരുപോലെയാണ്. ആധ്യാത്മികതയായാലും ആദി ഭൗതികതയായാലും ആദി ജൈവികതയായാലും അപകടമാണ്. ആ അപ്പൊ ആത്മീയതയുടെ ലഹരിയാണ് യഥാർത്ഥത്തിൽ നുകരേണ്ടതെന്ന് പറഞ്ഞാൽ അത് മറ്റതിനേക്കാൾ അപകടമാണ്. ആ മറ്റതിന്റെ കിക്ക് അത് ഉപയോഗിക്കുമ്പോഴേ ഉള്ളൂ. അതെ അതെ ഇതിന്റെ കിക്ക് മരണം വരെയാണ്. അതെ മരിച്ചാലും തീരില്ല. ഭ്രാന്ത് എന്ന് പറയുന്നത് ദൈവചിന്തയിൽ നിന്ന്, ഈ ആത്മീയതയിൽ നിന്നിട്ടാണ്, അതിന്റെ തെറ്റായ ഉപയോഗത്തിൽ നിന്നിട്ടാണ് ഭ്രാന്ത് ഉണ്ടാവുന്നത്. ആ അപ്പോ അവിടെയാണ് പുത്രനെ ബലി കൊടുക്കുന്നതും അച്ഛനെ ബലി കൊടുക്കുന്നതും അമ്മയെ ബലി കൊടുക്കുന്നതും 100 പേരെ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്നതും ചാവേറായിട്ട് പോകുന്നതും എല്ലാം ആ ഈ ആധ്യാത്മികതയുടെ ലഹരിയാണ്. ഉം. അത് മറ്റതിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നതോ അതിനേക്കാൾ ഡേഞ്ചറോ ആവാം. ഉം. ഈ അതിജൈവികതയുടെ ലഹരിയുണ്ട്, അത് കാമമാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. ഉം. അപ്പൊ അത് ഇതിനേക്കാൾ അപകടം പിടിച്ച ലഹരിയാണ്. അതെ അപ്പൊ ഇതിൽ നിന്നെല്ലാം, ഈ കാമത്തിൽ നിന്നായാലും, ഉം. അതായത് ജൈവികത എന്ന് പറഞ്ഞാൽ ആ വികാരത്തിൽ നിന്നും, അതുപോലെ തന്നെ ആത്മീയത എന്ന് പറയുന്ന വികാരത്തിൽ നിന്നും, ഭൗതികത എന്ന് പറയുന്ന വികാരത്തിൽ നിന്നും ദൈവികത മാറി നിന്നാൽ ഉം. ഇതെല്ലാം അപകടമാണ്. അതെ അതെല്ലാം ലഹരിയായിട്ട് പരിണമിക്കും. ലഹരി എന്ന് പറഞ്ഞാൽ മതം പൊട്ടുക എന്നാണ് അർത്ഥം. ഉം. ലഹരി ലഹളയ്ക്ക് കാരണമാകുന്ന വസ്തുതയാണ്. ഉം. അതായത് ഭ്രമം, മതിഭ്രമം ഉണ്ടാക്കുന്നതാണ്, ഉം. നമ്മുടെ ബോധത്തെ മറയ്ക്കുന്നതാണ്. ഉം. അത് ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയാണ്. ബോധത്തെ അതെ. മറയ്ക്കുന്ന ഭ്രാന്താണ് ഭക്തി. ഉം. ഉം. ഭക്തി മൂത്താൽ ഭ്രാന്താവും. ഉം. ആത്മീയത ആധ്യാത്മികതയാവുമ്പോൾ അത് ഭ്രാന്തിനോട് കിടപിടിക്കുന്നതാണ്. ഉം. അപ്പൊ മറ്റൊരു വിശ്വാസി പറയുന്നത് ഇവർ ഉൾക്കൊള്ളില്ല. അതെ മറ്റൊരു വിശ്വാസിയെ കൊന്നുകളയാനായിട്ട് ആരെങ്കിലും ഒരു അഭിപ്രായം പോലും പറയാനുള്ള, അത് കേൾക്കാൻ പോലുള്ള ക്ഷമയില്ലാത്ത അത്രയും മതിച്ച് മതം പൊട്ടി നിൽക്കുന്ന ആളായിട്ട് ഈ ആത്മീയവാദി മാറും. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രിഗണ വൈഭവത്തിന്റെ ഫലമായിട്ട് ആത്മാവ് കൊണ്ട് അവിവേകം പ്രവർത്തിക്കുന്നവരാണ് ആധ്യാത്മിക ചിന്തയുള്ളവര്. ഉം. മനസ്സുകൊണ്ട് അവിവേകം പ്രവർത്തിക്കുന്നവരാണ് അതിജൈവികവാദികൾ. ഉം. അവര് മനസ്സിന്റെ ഇഷ്ടം മാത്രമേ നോക്കുള്ളൂ. ഉം. ഒരാളോട് കാമം തോന്നി, ഉം. ബോധം മറഞ്ഞു, ഉം. അയാള് മനസ്സിൽ എന്താണ് തോന്നുന്നത് അതാണ് ചെയ്യുന്നത്. ഉം. അപ്പൊ അവിടെയാണ് സാഹോദര്യവും മാതൃത്വവും ഒന്നും അറിയാൻ പാടില്ലാതെ പെരുമാറുന്നത്. മനസ്സിന്റെ ഇച്ഛയ്ക്ക് മാത്രമായിട്ട് മാറുകയാണ് അയാൾ. അതെ ഭൗതികവാദി ശാരീരികമായിട്ടാണ് നേരിടുന്നത് എല്ലാത്തിനെയും. ഉം. അതിഭൗതികത. ഉം. ഇപ്പൊ ഈ പാപത്രയങ്ങൾ മൂന്നും വലിയ ഡേഞ്ചറാണ്. ഈ പാപത്രയത്തിന്റെ 3 ലഹരിയും
സെക്സിന്റെ ലഹരി നല്ലതാ? ഭൗതികവാദത്തിന്റെ ലഹരി നല്ലതാണോ? ആത്മീയതയുടെ ലഹരി നല്ലതാണോ? ആധ്യാത്മികതയുടെ ലഹരിയും അതിഭൗതികതയുടെയും അതിജൈവികതയുടെയും ലഹരി വളരെ അപകടമാണ്. അതാ. ആ ലഹരിയിലേക്കല്ല പോകേണ്ടത്, സ്നേഹത്തിലേക്കാണ്. ജ്ഞാനത്തിൽ നിന്നും ജനിക്കുന്നതാണ് സ്നേഹം. ആ സ്നേഹത്തിൽ നിന്നാണ് ആനന്ദം, ആഹ്ലാദം ജനിക്കുന്നത്. ആ ആഹ്ലാദമായിരിക്കണം, ഉത്സാഹമായിരിക്കണം ജീവിതം. അതല്ലാതെ ലഹരിയാവരുത് ജീവിതം. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ആത്മീയ ആചാര്യന്മാരുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, ഈ ലഹരിക്കെതിരെ, ഈ പെത്തഡിനും ബ്രൗൺ ഷുഗറും കഞ്ചാവും മദ്യത്തിനും എതിരെ ജനങ്ങള് ആത്മീയതയുടെ ലഹരി നുകരൂ എന്നാണ് പറയുന്നത്. ആത്മീയതയുടെ ലഹരിയല്ല നുകരേണ്ടത്, ആത്മീയതയുടെ അറിവ് മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവാണ്. ആ അറിവിൽ നിന്നും നമുക്ക് കിട്ടേണ്ടത് അതിന്റെ ശരിക്കും നല്ല കാമ്പാണ്, നല്ല കരുത്തുള്ള ജ്ഞാനമാണ്. ആ ക്യാപ്സൂളുകളാണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് നൽകുന്ന ശരിക്കും ശാസ്ത്ര ചിന്തയാണ് നമ്മളെ ജീവിതത്തെ ശുഭകരമായിട്ടുള്ള സുദർശനങ്ങളേകുന്ന രീതിയിലേക്ക് മാറ്റേണ്ടത്. അതിന് പകരം ലഹരിയല്ല. ഈ ലഹരിയാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകള് കഞ്ചാവ് വലിച്ചുകൊണ്ട്, ഭസ്മം വാരി പൂശിക്കൊണ്ട്, ദിഗംബരനായിട്ട്, ഭസ്മലേപനായിട്ട്, ശവം ഭക്ഷിക്കുന്നവരായിട്ട് ഒക്കെ ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം ലഹരിയാണ്. ആത്മീയതയുടെ ലഹരി കൊണ്ട് ബോധം മറഞ്ഞിട്ട് ദിഗംബരന്മാരായിട്ടും കുളിക്കാത്തവരായിട്ടും ജഡാവൽക്കലന്മാരായിട്ടും ഒക്കെ നടക്കുകയാണ്. ഇത് ഈ ആധ്യാത്മികതയുടെ ലഹരിയിൽ ആണ്ട് നിൽക്കുന്നവരാണ്. അവരോട് നമുക്കൊന്നും പറഞ്ഞ് നേരെയാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ലിക്കർ ഉപയോഗിക്കുന്നവനും ലഹരി ഉപയോഗിക്കുന്നവനും. എന്ത് ചെയ്യുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത മാനസികാവസ്ഥയിൽ എത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ബുദ്ധിപൂർവം. ജീവിതവും കുടുംബവും സമൂഹവും സമാജവും ഒക്കെ അപകടത്തിലേക്ക് പോകും. ഏത് ലഹരിയും അപകടമാണ്. രാഷ്ട്രീയം അതൊരു ലഹരിയായിട്ട് എടുത്താൽ അത് അപകടമാണ്. ലഹരി എന്ന് പറഞ്ഞാൽ അത് മതം പിടിപ്പിക്കുന്നത്, മതിക്കുന്നത്, ബോധത്തെ മറയ്ക്കുന്നത് എന്നാണ് അർത്ഥം. എവിടെയായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ലഹരി എന്ന് പറഞ്ഞാൽ ലഹളയ്ക്ക് തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ്. ലഹരി ഉണ്ടാവും തൊട്ടടുത്ത അതിന്റെ റിസൾട്ട് തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ് ലഹരിയാണ്. അറിവുണ്ടോ അതിന്റെ തൊട്ടടുത്തുള്ളത് സന്തോഷമാണ്, സ്നേഹമാണ്, ആനന്ദമാണ്. ഇത് ഈ ഒരു കാര്യമാണ് ഇപ്പോ നമ്മള് പ്രധാനമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളിപ്പോ 2 ദിവസമായിട്ട് കൊടുങ്ങല്ലൂര് നടമാടിക്കൊണ്ടിരിക്കുകയാണത് ഭക്തിയുടെ ലഹരി. അമ്മയെ തെറി പറഞ്ഞുകൊണ്ട്